കഴിഞ്ഞിടെ ഇറങ്ങിയ ഒരു മലയാള സിനിമ പകർന്നു കൊടുക്കുന്ന ടോക്സിസിറ്റിയെ അവലോകനം ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇട്ട ഒരു കണ്ടന്റിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ, നന്മ പകർന്നു കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ പുണ്യപുരാണ പുസ്തകങ്ങളൊക്കെ ഇല്ലേ? മോശം മെസ്സേജുള്ള സിനിമകൾ ആളുകളെ മോശമായി സ്വാധീനിക്കുമെങ്കിൽ നല്ല സിനിമകൾ നല്ലതായി സ്വാധീനിച്ച് ലോകം ഇപ്പോൾ ഒരു സ്വർഗമായേനല്ലോ. സിനിമയുടെ രാഷ്ട്രീയമോ കഥാപാത്രങ്ങളുടെ നിലപാടുകളോ അവലോകനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അവ നൽകുന്ന തെറ്റായ സ്വാധീനത്തെ തുറന്ന് വിമർശിക്കുമ്പോൾ എല്ലാം കേൾക്കുന്ന ചില മറുപടികളാണ് ഈ പറഞ്ഞത്. സിനിമയെ സിനിമയായി എടുത്താൽ പോലെ, ഈ വിഷയത്തെ 3 ഭാഗങ്ങളായി നമുക്കൊന്ന് സമീപിക്കാം. ഒന്നാമതായി, ഈ സ്വാധീനിക്കും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടാമതായി, യഥാർത്ഥത്തിൽ സ്വാധീനിക്കുമോ, അതിന് ഉദാഹരണങ്ങളുണ്ടോ? മൂന്നാമതായി, ഇതൊക്കെ നോക്കി സിനിമ എടുക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ ഉള്ളത് അണക്കരയ്ക്കടുത്ത് ചെല്ലാർകോവിൽ എന്ന സ്ഥലത്ത് കാസ ലന്താന എന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ ഈ ഒരു വൈബിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പിന്നിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നൊക്കെയുണ്ട്. അവരുടെ ബഹളമൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ടാകും. അതെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്ക് ആ ഒരു ആംബിയൻസിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാം. ഒന്നാമതായി, ഹൗ ഡു മൂവീസ് ഇൻഫ്ലുവൻസ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരാൾ അറിയുന്നത്, അനുഭവിക്കുന്നത്, അയാളെ സ്വാധീനിക്കുന്നത് 4 വിധത്തിലാണ്. ഒന്നാമതായി, അക്വയറിങ്. ഒരാൾ അനുഭവിക്കുന്ന, അത് വായിച്ചോ കണ്ടോ കേട്ടോ സ്പർശിച്ചോ മണത്തോ രുചിച്ചോ എങ്ങനെയായാലും ഒരാൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ അയാൾ ഒരു പുതിയ അറിവോ മനോഭാവമോ ഓർമ്മയോ വിശ്വാസമോ പെരുമാറ്റമോ അക്വയർ ചെയ്യുന്നു, അഥവാ നേടിയെടുക്കുന്നു. ഈ നേടിയെടുത്ത അറിവ് അയാൾ 3 തരം മാറ്റങ്ങൾക്ക് കാരണമാകാം. ഒന്നാമതായി, ട്രിഗറിങ്. നേരത്തെ നിലനിന്നിരുന്ന ഏതെങ്കിലും അറിവിനെ, വിശ്വാസത്തെ, മനോഭാവത്തെ, വികാരത്തെ, പെരുമാറ്റത്തെ, ഈ പറഞ്ഞ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്, ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കാം, ട്രിഗർ ചെയ്യുക. രണ്ടാമതായി, ആൾട്ടറിങ്. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏതെങ്കിലും അറിവിനെ, വിശ്വാസത്തെ, മനോഭാവത്തെ, വികാരത്തെ, പെരുമാറ്റത്തെ, ഈ പുതിയ അനുഭവം മാറ്റിമറിക്കാം, തിരുത്താം, ആൾട്ടർ ചെയ്യാം. മൂന്നാമതായി, റീഇൻഫോഴ്സിങ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ, പെരുമാറ്റത്തെ, വികാരത്തെ, മനോഭാവത്തെയൊക്കെ ഈ പുതിയ അനുഭവം ഊട്ടി ഉറപ്പിക്കാം, റീഇൻഫോഴ്സ് ചെയ്യാം. അങ്ങനെയെങ്കിൽ സിനിമ മാത്രമല്ലല്ലോ, സാഹിത്യവും മറ്റ് കലകളും ഒക്കെ വിമർശിക്കപ്പെടണമല്ലോ. ഉണ്ടല്ലോ, സാഹിത്യത്തിൽ നിരൂപണ സാഹിത്യം എന്നൊരു മേഖല തന്നെയുണ്ട്. ഈയിടെ പോലും ചില പുസ്തകങ്ങൾക്ക് നേരെ ഉണ്ടായ അസഹിഷ്ണുതയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സിനിമ ആളുകൾ എൻ്റർടൈൻ ചെയ്യാൻ കാണുന്നതല്ലേ, അതൊരു മേക്ക് ബിലീഫാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇത്രയും സ്വാധീനിക്കുമോ? ഇതിൻ്റെ ഉത്തരം പരിശോധിക്കാൻ ഇത്തിരി ചെറുപ്പത്തിലേക്കൊന്ന് കടന്നു പോകണം. അന്ന് കേട്ടിരുന്ന കുട്ടിക്കഥകളെല്ലാം അവസാനിച്ചിരുന്നത് ആൻഡ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഈ കുഞ്ഞുങ്ങളിൽ നന്മയുടെ വിത്തുപാകാൻ നമ്മളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കഥകളല്ലേ. ആമയും മുയലും ഒരിക്കലും ഓട്ടമത്സരം നടത്താൻ സാധ്യതയില്ല എന്നറിയാമെങ്കിലും ആമയുടെ വിജയവും അഹങ്കാരിയായ മുയലിൻ്റെ പരാജയമൊക്കെ കുട്ടിയായിരുന്ന നമ്മളും ഇപ്പോൾ നമ്മുടെ മക്കളുമൊക്കെ ആസ്വദിക്കുന്നില്ലേ. ഈ സാധ്യത ഏറ്റവും നന്നായി അറിയാമായിരുന്ന ആദ്യ ഗുരുക്കന്മാർ, അത് രത്നാകരൻ എന്ന തസ്കരനിൽ നിന്ന് മഹർഷിയിലേക്ക് നയിച്ച ബോധജ്ഞാനത്തെ പങ്കുവയ്ക്കുക എന്ന സാധനയിലേക്ക് ഏർപ്പെട്ടിരുന്ന വാൽമീകി മഹർഷി ആയാലും പിന്നീട് ക്രിസ്തു ആയാലും ബുദ്ധനായാലും അവരൊക്കെ തങ്ങളെ കേൾക്കാൻ വന്ന ആബാലവൃദ്ധൻ ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത് കഥകളിലൂടെയല്ലേ. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ആ കുട്ടിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഈഗോ സ്റ്റേറ്റിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ദ ചൈൽഡാണ് 2.5 മണിക്കൂർ സിനിമയിലെ നായകൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നതും നായകനേക്കാൾ മുമ്പേ കേസ് തെളിയിക്കാനൊക്കെ വെമ്പുന്നതും അടിച്ചമർത്തപ്പെട്ടവരുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നതുമെല്ലാം സിനിമ കഴിയുന്നതോടുകൂടി നമ്മുടെ അഡൽട്ട് ജീവിത പരിചയം നേടിക്കഴിഞ്ഞ ആ മുതിർന്നവർ മനസ്സിലാക്കുന്നു ദാറ്റ് വാസ് എ മേക്ക് ബിലീഫ്. എന്നാൽ സിനിമ എന്ന കലയുടെ പ്രത്യേകത അതൊരു വലിയ ജനവിഭാഗത്തിൻ്റെ പ്രധാന ആസ്വാദന കല ആണെന്നുള്ളതാണ്. അതിൽ നല്ലൊരു വിഭാഗം ബാല്യ കൗമാരക്കാരോ യുവത്വത്തിൻ്റെ തുടക്കത്തിലുള്ളവരൊക്കെ ആയിരിക്കും. അവരിൽ എത്ര പേർ ഈ ചൈൽഡിൽ നിന്ന് അഡൽട്ടിലേക്ക്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് ഇൻ്റലക്ച്വലി മെൻ്റലി ഒക്കെ വളർന്നിട്ടുണ്ടാവും? എൻ്റെ ബാല്യകൗമാരകാലത്ത് സിനിമയിൽ നിന്ന് എനിക്ക് ലഭിച്ച തെറ്റായ ചില സ്വാധീനങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിലൊന്നാമത്തെ സ്റ്റാക്കിംഗ് ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഇഷ്ടം നേടാൻ അവളുടെ പിന്നാലെ നടക്കുന്നത് ഒരു ഹീറോയിസം ആണെന്ന് ആ കാലത്ത് കണ്ട സിനിമകളൊക്കെ നമ്മളെ തോന്നിപ്പിച്ചിരുന്നു. അതൊരു ക്രൈം ആണെന്നുള്ള ഇന്നത്തെ അറിവിലേക്ക് എത്താൻ കുറേയേറെ താമസിച്ചിട്ടുണ്ട്.
രണ്ടാമതായി ടോക്സിക് മസ്കുലാനിറ്റിയാണ്. ആരെയും കൂസാത്ത, മീശ വിരിക്കുന്ന, ഈ ടീച്ചേഴ്സിനോടൊക്കെ തറുതല പറയുന്ന, ആണത്തം കാണിക്കാൻ വെച്ച് മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, നിലപാടുള്ള പെൺകുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്ന ആണത്തം ഒരാണത്തമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമതായി റോങ് ഗേൾസ് ആണ്. ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുക, സകല എതിർപ്പുകളെയും അതിജീവിച്ച് അവളെ വിവാഹം കഴിക്കുക എന്നൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കരുതിയിരുന്നതിന് ഒരു കാരണം അന്ന് കണ്ട സിനിമകളിലൂടെ കിട്ടിയിരുന്ന ഒരു ഹീറോയിസത്തിൻ്റെ മീനിങ് ആയിരുന്നു. ഡബിൾ മീനിങ് തമാശകളും ബോഡി ഷെയ്മിങ്ങും ഒക്കെയാണ് നാലാമതായി ഉള്ള കാര്യം. തമാശകൾക്കായി ഏതറ്റവും വരെയും പോകാമെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നിറത്തിൻ്റെ പേരിലോ വിക്കിൻ്റെ പേരിലോ വണ്ണക്കൂടുതലിൻ്റെയോ കുറവിൻ്റെയോ പേരിലോ കൂട്ടുകാരെ കളിയാക്കാൻ ഒരു മടിയും ഉണ്ടാകാതിരുന്നതിന് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ നൽകിയ കോൺട്രിബ്യൂഷൻ ചെറുതല്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന ഡബിൾ മീനിങ് തമാശകൾ പറയുന്നത് ഹീറോയിസമാണെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നിന്ന് പ്രേക്ഷകൻ വളർന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഈയിടെ ഇറങ്ങിയ ചില സിനിമകളിലെ ഡബിൾ മീനിങ് തമാശകൾക്ക് വന്ന വിമർശനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ. ഈ ലിസ്റ്റ് ഇനിയും നീളം എന്നതിനാൽ മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം, നല്ല സിനിമകൾ കണ്ടിട്ട് നല്ലതൊന്നും പഠിച്ചില്ല എന്നല്ലേ? ഉറപ്പായും അനീതിക്കെതിരെ പൊരുതുന്ന, വീണ വീഴ്ചകളിൽ നിന്ന് അതിജീവിച്ച് തിരിച്ചു വരുന്ന, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന, വലിയ നന്മകൾക്കായി സ്വയം വിട്ടുകൊടുക്കുന്ന കഥാപാത്രങ്ങൾ ഉള്ളിലുള്ള ഒരുപാട് നന്മകളെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. ചില സിനിമകൾ കണ്ടിട്ട് ഇത്തിരി കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നോ ഇത്തിരി കൂടി സ്നേഹിക്കണമെന്നോ ഒക്കെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്കും? തെറ്റായത് ആവർത്തിക്കാൻ കിട്ടുന്ന തുടർപ്രേരണകൾ നല്ലത് ആവർത്തിക്കാൻ കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ചുറ്റിലുണ്ടല്ലോ. അത് അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും. സിനിമ സ്വാധീനിക്കുമെന്നതിന് വ്യക്തിപരമായല്ലാതെ പൊതു ഉദാഹരണങ്ങൾ വല്ലതുമുണ്ടോ? അതാണ് അടുത്തൊരു ചോദ്യം. സിനിമയെ ഒരു പ്രൊപ്പഗാണ്ട മാധ്യമമായി ഉപയോഗിച്ചതിൻ്റെയും അതിൻ്റെ അത്തരം സാധ്യതകളെ ഭയന്ന് ഭരണകൂടങ്ങൾ സിനിമ നിരോധിച്ചതിൻ്റെയൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ ഏറെ അകലെയല്ലാത്ത ചരിത്രത്തിൽ തന്നെയുണ്ട്. 1933-നും 1945-നും ഇടയിലെ നാസി ജർമ്മനിയിൽ ഇറങ്ങിയ 1000-ഓളം സിനിമകളിൽ പ്രൊപ്പഗാണ്ട സിനിമകളല്ലാത്ത അൺപൊളിറ്റിക്കൽ ഇന്നസെൻ്റ് സിനിമകൾ തീരെ ഇല്ലായിരുന്നുവെന്ന് ഹിറ്റ്ലേഴ്സ് ഹോളിവുഡ് എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ DW എന്ന ജർമ്മൻ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. പത്രം വായിക്കാത്ത, പുസ്തകം വായിക്കാത്ത ആളുകളുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ സിനിമകൾക്കാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഗീബൽസ് ആ കാലത്തെ സിനിമകളെ തിരക്കഥയുടെ ഘട്ടത്തിൽ തന്നെ സെൻസർ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട ഗുൽസാർ സിനിമയായ ആന്ധി, ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും വിമർശിച്ചിറങ്ങിയ കിസ്സ കുർസിക്ക തുടങ്ങിയ സിനിമകൾ നിരോധിക്കപ്പെട്ടപ്പോൾ 2018 ഇറങ്ങിയ പത്മാവത് അലാവുദ്ദീൻ ഖിൽജിയെ മഹത്വവൽക്കരിക്കുന്നു എന്ന പ്രചാരണത്തെ തുടർന്ന് വിവിധ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2018 തന്നെ ഇറങ്ങിയ ഹിന്ദു സർക്കാർ, 2019 ഇറങ്ങിയ ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമാണ് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. 53ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഇസ്രായേലി ജൂറിയായിരുന്ന നാഡവ് ലാപ്പിഡ് ദ കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തെ ഒരു പ്രൊപ്പഗാണ്ട സിനിമ എന്ന് അഭിപ്രായപ്പെട്ടത് പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചുരുക്കത്തിൽ സിനിമയ്ക്കുള്ള സ്വാധീന ശക്തിയെപ്പറ്റി നല്ല ധാരണയുള്ളതുകൊണ്ടാണ് ഈ നടിയുടെ ഇന്നർവെയറിൻ്റെ നിറം മുതൽ കഥാപാത്രത്തിൻ്റെ പേര് വരെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. 2012 പുറത്തിറങ്ങിയ സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് നികുതി ഇളവ് നൽകിക്കൊണ്ട് അന്നത്തെ സാമൂഹിക ക്ഷേമ മന്ത്രി MK മുനീർ പറഞ്ഞത് ഈ സിനിമയ്ക്ക് മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെ പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ്. ചില സിനിമകൾക്ക് രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ പ്രചാരണം നൽകുന്നതും ചില സംസ്ഥാനങ്ങളിൽ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രത്യേക സ്ട്രീമിംഗ് നടത്തുന്നതൊക്കെ ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. 2018 ജനുവരി 13 ഹിന്ദുസ്ഥാൻ ടൈംസിൽ മണിക് ശർമ്മ എഴുതിയ 30 years of DD's രാമായണ ദ ബാക്ക് സ്റ്റോറി ഓഫ് ദ ഷോ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യൻ TV ഫോർ എവർ എന്ന ലേഖനത്തിൽ ദൂരദർശൻ ചാനൽ സംപ്രേഷണം ചെയ്ത രാമായണം സീരിയൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ആ സമയത്തുണ്ടായ മാറ്റങ്ങൾക്ക് ഒരു കാറ്റലിസ്റ്റായി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് വിശദീകരിക്കുന്നുണ്ട്. 2021 കേംബ്രിഡ്ജ് പ്രസ് പുറത്തിറക്കിയ അരവിന്ദ് രാജഗോപാലിൻ്റെ പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ, റിലീജിയസ് നാഷണലിസം ആൻഡ് റീഷേപ്പിംഗ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിൽ ഈ സ്വാധീനത്തെപ്പറ്റി വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇങ്ങനെയൊക്കെ നോക്കി സിനിമ എടുക്കാൻ പറ്റുമോ എന്നാണ്. കലയ്ക്ക് ബാധ്യത കലയോടാണോ സമൂഹത്തോടാണോ എന്ന ചോദ്യം കാലാകാലങ്ങളായി ചർച്ച ചെയ്തു വരുന്നതാണ്. ഈ ചോദ്യം ഞങ്ങളോട് ചോദിച്ചാൽ കല നിലനിൽക്കുന്നത് സമൂഹത്തിലാണ് എന്നതിനാൽ കലയ്ക്ക് സമൂഹത്തിൽ നിന്ന് അടർന്ന് കലയോട് മാത്രമായി ഒരു ബാധ്യത, അങ്ങനെ ഒരു ബാധ്യത നിലനിൽക്കാനാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം. ഇനി സമൂഹത്തെ നന്നാക്കലല്ല കലയുടെ പണി എന്ന അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് എന്നിരിക്കട്ടെ. എങ്കിൽ പോലും കല ഒരു സമൂഹത്തെ അതിൻ്റെ മൂല്യബോധങ്ങളെ നവീകരിക്കുന്ന പണിയെടുക്കുന്നതിന് പകരം ഈ കാര്യങ്ങളെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് തോന്നുന്നിടത്ത് ഇടപെടാൻ
ആധുനിക പൗരനാകാൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് കല, അത് സിനിമയായാലും സാഹിത്യമായാലും നാടകമായാലും ഓഡിറ്റിന് വിധേയമാകുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല. ഒപ്പം കാണുന്നതും കേൾക്കുന്നതും ഒരുവനെ പരുവപ്പെടുത്തും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കാഴ്ചയിലും കേൾവിയിലും ചില തിരഞ്ഞെടുപ്പ് നടത്താൻ ഒപ്പമുള്ളവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതും കേട്ടതിലും കണ്ടതിലും ഒക്കെയുള്ള പതിനും കാമ്പും വിഭജിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്പുള്ള വിമർശകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് ഫാമിലി മാറ്റേഴ്സ് 360 സൈനിങ് ഔട്ട്. താങ്ക് യു, ബൈ ആൻഡ് സീ യു.